ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സാബൂനരി പായസം. സാബൂനരി എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ സാബൂനരി എന്നാണ് പറയുക. അപ്പം പാല് തിളയ്ക്കാൻ വെച്ചു, പഴം പുഴുങ്ങാൻ വെച്ചു, പിന്നെ പാലിളക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ തവിയാണ് ഞങ്ങളിവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചില മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. ഇത് പഴം നമ്മൾ പുഴുങ്ങിയിട്ട് ചതയ്ക്കണം. അതിന് ഞാൻ വീട്ടിലുള്ള ഒരു അമ്മിക്കുട്ടിയാണ് യൂസ് ചെയ്തത്. അമ്മിക്കുട്ടി കൊണ്ട് നല്ലോണം ചതയും. അതിലേക്ക് വറുത്ത തേങ്ങയും പഞ്ചസാരയും വറുത്തത് കേട്ടോ, അത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുപ്പിൽ പാലിലേക്ക് നമ്മൾ സാബൂനരിയിട്ട്, പിന്നെ ഈ പഴം നമ്മൾ ബോൾസാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇട്ടാൽ, നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷേ ഇതൊരു പുതിയൊരു ഐറ്റം ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ. അപ്പം നമ്മുടെ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു ഷാലോ ഫ്രൈ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ നമ്മുടെ ആ പായസത്തിലേക്ക് ഇട്ടാൽ അതങ്ങനെ കട്ടിയായി കിടക്കും. ഇത് അതിൽ നിന്ന് കോരിയെടുക്കുക. പാല് തിളച്ചു, പായസം തിളച്ചു, പഞ്ചസാര ഇട്ടു. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് അതിലേക്ക് പഴം ഇട്ടു, നെയ്യിട്ടു, അങ്ങനെയൊക്കെ നമ്മൾ ഇളക്കുക കേട്ടോ. ലാസ്റ്റ് ഇതൊരു കിടിലൻ ടേസ്റ്റി പായസമാണ്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. വീണ്ടും രണ്ടാമതൊരു ഗ്ലാസ് കൂടി